ജൂൺ 29 ഞായറാഴ്ച റമദാൻ ഒന്നായിരിക്കുമെന്ന തരത്തിൽ നേരത്തെ കുവൈത്ത് സയൻസ് ക്ലബ്ബിലെ ഗോളശാസ്ത്ര വിഭാഗം നടത്തിയ പ്രവചനത്തെ ഖണ്ഡിച്ചുകൊണ്ട് ചരിത്രകാരനും രാജ്യത്തെ പ്രമുഖ ഗോളശാസ്ത്ര നിരീക്ഷകനുമായ ഡോക്ടർ സാലിഹ് അൽ ഉജൈരി രംഗത്തെത്തി. ഗോളശാസ്ത്രപരമായി ജൂൺ 28 ശനിയാഴ്ചയായിരിക്കും റമദാന്റെ തുടക്കമെന്നും കുറി റമദാൻ 30 നാളുകൾ തീർക്കുമെന്നും ഉജൈരി അഭിപ്രായപ്പെട്ടു. ജൂൺ 27 വെള്ളിയാഴ്ച രാവിലെ 11:08 ചന്ദ്രോദയം നടക്കുക. കുവൈത്തിൽ സൂര്യാസ്തമയം സംഭവിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പായി ചന്ദ്രാസ്തമയം നടക്കുമെങ്കിലും വിശുദ്ധ നഗരമായ മക്കയിലെ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 1 മിനിറ്റ് ശേഷവും സൗദിയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 4 മിനിറ്റ് കൂടി ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടായിരിക്കുമെന്നും ഉജൈരി വ്യക്തമാക്കി. ആഫ്രിക്കയിലെ വടക്കു പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചത്തെ സൂര്യാസ്തമയത്തിന് ശേഷം 12 മിനിറ്റ് വരെ ചക്രവാളത്തിൽ ചന്ദ്രനുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം എല്ലാ സാഹചര്യങ്ങളും മുൻനിർത്തി മക്കയിലോ സൗദിയുടെ മറ്റിടങ്ങളിലോ വെള്ളിയാഴ്ച മാസപ്പിറവി കാണുമെന്നാണ് ഉജൈരി അഭിപ്രായപ്പെടുന്നത്. വെള്ളിയാഴ്ച മാസപ്പിറവി കാണാനുള്ള സാഹചര്യം ഒരിക്കലുമില്ലാത്തതിനാൽ ശനിയാഴ്ച ശഅബാൻ 30 പൂർത്തിയാക്കി ഞായറാഴ്ച റമദാൻ ഒന്നായി പ്രഖ്യാപിക്കുക മാത്രമാണ് നിർവാഹമുള്ളതെന്നാണ് കുവൈത്ത് സയൻസ് ക്ലബ്ബ് 2 ദിവസം മുമ്പ് അഭിപ്രായപ്പെട്ടത്. 27 വെള്ളിയാഴ്ച രാവിലെ 11:09 റമദാൻ മാസത്തിന്റെ ചന്ദ്രോദയം നടക്കുമെങ്കിലും അതേ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് 6:47 ചന്ദ്രൻ അസ്തമിക്കുമെന്നതിനാൽ അന്ന് മാസപ്പിറവി ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്നായിരുന്നു അവരുടെ പക്ഷം. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഇതേ സ്ഥിതിയായതിനാൽ കുവൈത്ത് ഉൾപ്പെടെ അറബ് മേഖലയിൽ അന്ന് റമദാൻ മാസപ്പിറവി കാണുക അസാധ്യമാണെന്നും അവർ പറഞ്ഞിരുന്നു. മീഡിയ 1 കുവൈത്ത്.